ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താൽ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിൽ ഒന്നാണ് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ്. ഇങ്ങനെയുള്ള ആള് ഇങ്ങനായി, അതായത് വലിയ വലിയ ഫിലിം സ്റ്റാർസ് ആൻഡ് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് അവർ ഈ ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനായത്. ആ ക്രീം നിങ്ങൾക്ക് അറിയണമെങ്കിൽ DMGO അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ സീക്രട്ട് എന്ന് പറയും. അങ്ങനെ ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ക്രീംസിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എത്രത്തോളം സേഫാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊന്നും നമുക്ക് തന്നെ അറിയില്ല അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഇങ്ങനെയുള്ള ക്രീംസ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ പാടുമോ, അല്ലെങ്കിൽ അത് എത്രത്തോളം സേഫ് ആണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്പർ 1, റെറ്റിനോയിഡ്സ് വിറ്റാമിൻ A ഡെറിവേറ്റീവ്സ് ആണ്. അതായത് റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ, ട്രെറ്റിനോയിഡ്സ്, ഐസോട്രെറ്റിനോയിഡ്സ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീംസ്. ഇത് വളരെ അൺസേഫാണ് നമ്മളെ പ്രഗ്നൻസിയിൽ. അതായത് കുട്ടിക്ക്, നമ്മുടെ ഉള്ളിലുള്ള കുട്ടിക്ക് ബേർത്ത് ഡിഫക്റ്റുകൾ, ജനന വൈകല്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് 100% ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഇത് യൂസ് ചെയ്യാൻ പാടുന്നതല്ല. നമ്പർ 2, സാലിസിലിക് ആസിഡ്, BHA എന്ന് കേട്ടിട്ടുണ്ടാവും. BHA പീലിംഗ് സൊല്യൂഷനിൽ ഉള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാൻ പാടുന്നതല്ല, അത്ര സേഫ്റ്റി ഉള്ളതല്ല. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നമ്മൾ വളരെ കുറവ് കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബിലോ 2% ഒക്കെ നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് അൺസേഫ് അല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ പ്രഗ്നൻസിയിൽ ഒരിക്കലും യൂസ് ചെയ്യണ്ട, കാരണം ഇത് പീലിംഗ് സൊല്യൂഷൻ ആയതുകൊണ്ട് അത്രയ്ക്കൊരു സേഫ് അല്ല. നമ്പർ 3, ഹൈഡ്രോക്വിനോൺ. പിഗ്മെൻറ്റേഷൻ ക്രീംസിൽ വളരെയധികം യൂസ് ചെയ്യപ്പെടുന്നതാണ് ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രഗ്നൻസിയിലും അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിലും വളരെ അൺസേഫാണ്. കാരണം ഇതിന് അബ്സോർപ്ഷൻ റേറ്റ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കില്ലേ ശരീരത്തിലേക്ക്, സ്കിന്നിലേക്ക്, ആ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അൺസേഫാണ്. ആൻഡ് സേഫ്റ്റി സ്റ്റഡീസ് വളരെ കുറവാണ്. ബ്രസ്റ്റ് ഫീഡിങ് സമയത്തും പ്രഗ്നൻസി സമയത്തും ആ ഒരു സ്റ്റഡീസ് ഉണ്ടാവില്ല, വളരെ കുറവാണ്, യൂസ് ചെയ്യേണ്ട. നമ്പർ 4, ഫോർമാൽഡിഹൈഡും ഫോർമാൽഡിഹൈഡ് റിലീസിങ് പ്രിസർവേറ്റീവ്സ് ഉള്ള ക്രീംസ്. അതൊക്കെ നമ്മൾ ലേബിൾ ചെക്ക് ചെയ്യുക. നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ലേബിൾ ചെക്ക് ചെയ്യുക, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാവും നല്ലത്. നെക്സ്റ്റ് 1, കെമിക്കൽ സൺസ്ക്രീൻസ്. സൺസ്ക്രീനൊക്കെ നമ്മൾ യൂസ് ചെയ്യാം, പക്ഷേ ചെക്ക് ചെയ്തിട്ട് അതിലുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് പാരബൻസ് ആണ്. നമ്മളെല്ലാ ക്രീംസിലും നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊക്കെ എഴുതിയിട്ടുണ്ടാവും പാരബൻ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പാരബൻസും വളരെ അൺസേഫ് ആണ്. അപ്പോൾ നമ്മൾ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്സ്. അതായത് നമ്മളിപ്പോൾ ഈ ആക്റ്റീവായിട്ട് ആക്നീസ് വരുന്നവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമല്ലോ, സ്കിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ ആക്നിക്ക് യൂസ് ചെയ്യുന്ന ക്രീംസിലൊക്കെ ചിലപ്പോൾ ഇത് പ്രസൻ്റ് ആയിരിക്കാം ഈ ഒരു സംഭവം, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഇത് വായിച്ച് നോക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം ഇത് ബേബിയുടെ പല്ലിനെയും അതേപോലെ അവരുടെ ബോൺ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കാം എന്ന് സ്റ്റഡീസ് പറയപ്പെടുന്നുണ്ട്. അടുത്തത് വിറ്റാമിൻ സിയും കോജിക് ആസിഡും അടങ്ങിയിട്ടുള്ള സിറംസ് ഹൈ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. വളരെ ലോ കോൺസെൻട്രേഷനിൽ പിന്നെയും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ ഒരിക്കലും ഹൈ കോൺസെൻട്രേഷൻ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യേണ്ട. ആൻഡ് അതേപോലെ സേഫ്റ്റി ഓപ്ഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡും വിറ്റാമിൻ സി ഒക്കെ വളരെ ലോവർ കോൺസെൻട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, സേഫ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെയുള്ള ഓപ്ഷൻസ് സെറാമൈഡ്സ്, ലൈക്കോറിക് എക്സ്ട്രാക്ട്, ഹൈലറോണിക് ആസിഡ്, പിന്നെ നമ്മുടെ നയസിനമൈഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്യുക. നിങ്ങൾ പ്രഗ്നൻറ്റ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മോമാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരായാലും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ പ്രഗ്നൻസിയിൽ മാത്രമുള്ള സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നമ്മൾ കുറച്ച് ലൂസായിട്ട് നമ്മളങ്ങനെ സേഫ്റ്റി ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, അതായത് ഡെലിവറി കഴിഞ്ഞാലോ ഇനി എന്താ അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ഇപ്പോഴും നമ്മൾക്കൊരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ബേബിയായിട്ട്. എന്താണ്? പാലിലൂടെ, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ, ബ്രസ്റ്റ് മിൽക്കാണ് അവർ കണക്ഷൻ കൊടുക്കുന്നത്. ബേബിക്കും നമുക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് അത്.
സോ ആ സമയത്തും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളും ഡയറക്റ്റായിട്ട് ബേബിയിലേക്ക് എത്തുന്നുണ്ട് എന്ന് കൂടെ ആലോചിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടും തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. കാരണം ഞാനും പ്രഗ്നൻസിയിലൂടെ അണ്ടർഗോ ചെയ്ത് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു മോമാണ്. സോ എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം എന്ന് വളരെ ഒരു ഇതായിരുന്നു. സോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെക്ക് ചെയ്ത് വരുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ആൻഡ് നിങ്ങളുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് മോമാണെങ്കിൽ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം അവരുടെ സ്കിൻ കെയർ അവരെന്തായാലും ശ്രദ്ധിക്കണം. സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നതോടുകൂടി അതിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. സോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആയിട്ട് പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.